നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് TVK അധ്യക്ഷൻ വിജയ്. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ ജനസാഗരം സാക്ഷിയാക്കിയായിരുന്നു വിജയുടെ സത്യപ്രതിജ്ഞ. വിജയ്ക്കൊപ്പം 9 TVK മന്ത്രിമാർ കൂടി അധികാരമേറ്റു. ആഭ്യന്തര വകുപ്പ് കൂടി വിജയ് കൈകാര്യം ചെയ്യും. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 30 വർഷത്തോളം പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിന്ന DMKയെ രാഷ്ട്രീയ കാറ്റ് മാറിയ നിമിഷം കോൺഗ്രസ് ഒറ്റിക്കൊടുത്തുവെന്നും മോദി. അധികാര കൊതിയന്മാരായ കോൺഗ്രസ് കിട്ടിയ ആദ്യ അവസരത്തിൽ തന്നെ DMKയെ പിന്നിൽ നിന്ന് കുത്തിയെന്നും വിമർശനം. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ അനിശ്ചിതത്വം തുടരുന്നു. ഘടകകക്ഷികളുടെ അഭിപ്രായം വീണ്ടും തേടിയേക്കും. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് VD സതീശൻ വ്യക്തമാക്കിയതോടെയാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞത്. ഇനി ചർച്ചയുണ്ടാകില്ലെന്നും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ചേർന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്ന് 2 ദിവസത്തിനകം പ്രഖ്യാപനമുണ്ടാകുമെന്ന് K മുരളീധരൻ. പ്രഖ്യാപനം വൈകിയിട്ടില്ല, വേഗവോളം കാത്തു, ഇനി 6 വോളം കാക്കാമെന്നും മുരളീധരൻ പറഞ്ഞു. ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകുമെന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നതിനിടെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് വീണ്ടും ഫ്ലക്സ് ബോർഡ് ഉയർന്നു. ശശി തരൂരിനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഉയർത്തിക്കാട്ടിയുള്ളതാണ് പുതിയ ഫ്ലക്സ്. സെക്രട്ടേറിയറ്റിന് മുൻപിലാണ് ഫ്ലക്സ് ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയാകാൻ അനുയോജ്യൻ ശശി തരൂർ എന്നെഴുതിയ ഫ്ലക്സാണ് സ്ഥാപിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയവും രാഷ്ട്രീയ സ്ഥിതിഗതികളും ചർച്ച ചെയ്യാനായി CPM പോളിറ്റ് ബ്യൂറോ ഡൽഹിയിൽ ചേരുന്നു. ഭരണവിരുദ്ധ വികാരത്തിന് പുറമെ സംഘടനാ തലത്തിലുണ്ടായ വീഴ്ചകളും വോട്ട് ചോർച്ചയും PB പരിശോധിക്കും. പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നതിലും PB യോഗത്തിൽ ധാരണയായേക്കും. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകണമെന്ന നിലപാടാണ് സംസ്ഥാന നേതൃത്വത്തിന് ഉള്ളത്. പാലക്കാട് CPMൽ കൂട്ടരാജി. CPM പാലക്കാട് ജില്ലാ നേതൃത്വത്തെ വിമർശിച്ച ഏരിയ കമ്മിറ്റി അംഗത്തെ തരം താഴ്ത്തിയതിൽ പ്രതിഷേധിച്ച് 30ഓളം പേർ CPMൽ നിന്ന് രാജിവെച്ചു. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അബ്ദുൾ ഷുക്കൂറിനെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തിയത്. ഏരിയ കമ്മിറ്റി യോഗത്തിൽ വെച്ച് ജില്ലാ നേതൃത്വത്തോട് കലഹിച്ചതിന് പിന്നാലെയാണ് അബ്ദുൾ ഷുക്കൂറിനെതിരെ നടപടിയുണ്ടായത്. ഡൽഹിയിൽ ഭീകരാക്രമണ ഭീഷണി. അതീവ ജാഗ്രതയിലാണ് രാജ്യതലസ്ഥാനം. രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക പരിശോധന തുടങ്ങി. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെയും ഭീകരാക്രമണ ഭീഷണി ഉണ്ടായിരുന്നു. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിലെ മുഖ്യപ്രതി ഡൽഹിയിൽ പിടിയിൽ. കാസർഗോഡ് സ്വദേശി മുഹമ്മദ് നജീബാണ് ഡൽഹിയിലെ ഗാസിയാബാദിൽ നിന്ന് പിടിയിലായത്. കേസിൽ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 7ആയി. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 3:30 മുതൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. സെമി സാധ്യതകൾ സജീവമാക്കാൻ ചെന്നൈക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. 2ാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മുതൽ റായ്പൂരിലാണ് മത്സരം. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.